ഇന്ന് ഞാനും വാനിയും കൂടെ ഒരു സ്ഥലത്ത് പോവാണ്. നമ്മൾ താമസിക്കുന്ന സിറ്റിയിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂറേ ഉള്ളൂ കേട്ടോ സ്വിറ്റ്സർലാൻഡ്. ട്രെയിനിൽ, അതായത് റീജിയണൽ ട്രെയിൻ, അതായത് ലോക്കൽ ട്രെയിൻ. പണ്ട് ലേബർ ഇന്ത്യ വായിക്കുന്ന കാലം തൊട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ എന്തെങ്കിലും ഒരിക്കൽ സ്വിറ്റ്സർലാൻഡിൽ പോകണമെന്ന്. പിന്നെ മാത്രമല്ല സഞ്ചാരം പരിപാടി കാണുമ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങൻ്റെ സാറിൻ്റെ ഇങ്ങനെ വർണ്ണനകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് സ്വിറ്റ്സർലാൻഡിനെ പറ്റിയും പിന്നെ യൂറോപ്പിനെ പറ്റിയും. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി. ട്രെയിനിൽ അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിയൊക്കെ അതിമനോഹരമായിരുന്നു. ഒരു സൈഡ് മൊത്തം കൃഷിപ്പാടങ്ങളും മറ്റേ സൈഡ് മൊത്തം മറ്റേ ഹിൽസ് ആയിരുന്നു, കുന്നുകളും മലകളും. പിന്നെ ആ കുന്നുകളിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന കൃഷി ഏക്കറേജ് കണക്കിന് മുന്തിരി കൃഷിയാണ് കേട്ടോ ഈ കുന്നുകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഇവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിന്ന് പോകുന്നത് സ്വിറ്റ്സർലാൻഡിലെ ബേസൽ എന്നൊരു ടൗണിലോട്ടാണ്. ഞാനീ വാനിയ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ എൻ്റെ ബ്രദറും ഉണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ സ്വിറ്റ്സർലാൻഡിലെത്തി. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു സാധാരണ ഒരു നോർമൽ ജർമ്മൻ ഹൗട്ട് ബാനോഫ് പോലെ തന്നെയാണ് തോന്നിയത്. പക്ഷേ ഹൗട്ട് ബാനോഫിൽ നിന്ന് വെളിയിലോട്ട് സിറ്റിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ധാരണകളെല്ലാം മാറി. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കേൾക്കുമ്പോൾ ആ ഒരു ലക്ഷറി റിച്ച്നെസ് ഉണ്ടല്ലോ, അതെല്ലാം അവരുടെ സിറ്റിയിൽ അതുപോലെ കാണാനുണ്ടായിരുന്നു. ഭയങ്കര ആർഭാടമായിട്ടാണ് അവരുടെ സിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തത്. ബാനോഫിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടുന്ന് ട്രാം ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഗൂഗിളിൽ ലൊക്കേഷൻ നോക്കിയിട്ട് നമുക്ക് പോകാം. ബോർഡർ കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ നെറ്റിൻ്റെ ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ പോകും കേട്ടോ. പിന്നെ റോമിംഗ് കാണിക്കത്തുള്ളൂ. അപ്പം മൊബൈൽ നെറ്റ് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. ബാനോഫിൽ തന്നെ നമ്മൾ വൈഫൈ വെച്ചിട്ട് ലൊക്കേഷൻ എല്ലാം കണ്ടുപിടിച്ചിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ ടൗണിൻ്റെ ഫ്രീ വൈഫൈ യൂസ് ചെയ്യാം കേട്ടോ. അത് നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഒരു OTP വരും. അത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സ്വിറ്റ്സർലാൻഡിൽ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിലോ കടയിൽ കയറണമെങ്കിലോ ഒക്കെ നമ്മുടെ ജർമ്മനിയിലെ യൂറോ വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ നിൽക്കണ്ട. കുറച്ചും കൂടി ക്യാഷ് കൂടുതലാണ്. അതായത് നമ്മുടെ ഇപ്പോൾ ഒരു യൂറോ എന്ന് വെച്ചാൽ നമ്മൾ 102 ഇന്ത്യൻ റുപ്യൊക്കെ അല്ലേ. പക്ഷെ അത് സ്വിറ്റ്സർലാൻഡിലെ കറൻസി എന്ന് വെച്ചാൽ സ്വിസ് ഫ്രാങ്ക് എന്ന് പറഞ്ഞ കറൻസിയാണ്. അത് ഒരു ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 110 ഇന്ത്യൻ റുപ്യൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സാധനത്തിന് 30 യൂറോ 32 യൂറോയുടെ സാധനത്തിനൊക്കെ അവിടെ ചിലപ്പോൾ 35-36 യൂറോ ഒക്കെ ആയിരിക്കാം ആണ് വാങ്ങുന്നത്. അതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ് സാധനങ്ങളൊക്കെ. ബേസൽ ബാനോഫിൽ നിന്ന് നേരെ ടൗണിലോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. എവിടെ പോയാലും നമ്മളൊരു ഇന്ത്യൻകാരനെ കാണുമെന്ന് പറഞ്ഞ പോലെ ഇവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യം കണ്ട ഇന്ത്യൻ റെസ്റ്റോറൻറ്റും അതിൻ്റെ നിറച്ച് ഇന്ത്യൻ സ്റ്റുഡൻസും പിന്നെ കുറേ ഇന്ത്യൻ ആൾക്കാരെയൊക്കെ കണ്ടു. പിന്നെ അവിടുത്തെ ആദ്യത്തെ മെനുവിൽ മലബാർ ബിരിയാണിയൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 27 സ്വിസ് ഫ്രാങ്ക് ആണ്. അത്യാവശ്യം നല്ല റേറ്റാണ് കേട്ടോ. ജർമ്മനിയിൽ നമുക്കൊരു ബിരിയാണി ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, എന്നാലും ജർമ്മനിയിൽ ഒരു ബിരിയാണിക്ക് നമുക്ക് വരുന്നത് 14 യൂറോ ആണ് കേട്ടോ. പിന്നെ ഇവിടെ വലിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ജർമ്മനിയിൽ പൊതുവെ ഇങ്ങനെ സിറ്റികളിലൊന്നും അത്ര വലിയ ബിൽഡിങ്സ് ഒന്നും ഉണ്ടാകത്തില്ല. കൂടുതലും ഉള്ളത് ഫ്രാങ്ക്ഫർട്ട്, ബെർലിൻ, മിൻഷൻ അവിടെയൊക്കെയാണുള്ളത്. പക്ഷേ ഇവിടെ ബിൽഡിങ്സും IT ഹബ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവർ കൂടുതലും ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം എവിടെ നോക്കിയാലും ഇംഗ്ലീഷ് എഴുതി വെച്ചേക്കണം കാണുന്നുണ്ടായിരുന്നു ചിലയിടത്തൊക്കെ. പിന്നെ ഏറ്റവും കൂടുതലും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി ഇവരുടെ ഫർബിൻഡും പബ്ലിക് കണക്ഷൻസ് ആയിരുന്നു. അതായത് ട്രാവൽ കണക്ഷൻസ്, ട്രാമൊക്കെ ഒരുപാട് എപ്പോഴും ട്രാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ ബിരിയാണി പ്ലാനൊക്കെ മാറ്റിയിട്ട് തൊട്ട് അപ്പുറമുള്ള മക്ഡൊണാൾഡ്സിൽ കയറി കേട്ടോ. മക്ഡിയിൽ നമ്മുടെ ജർമ്മനിലെ മക്ഡി പോലെ തന്നെ നമ്മുടെ മെഷീൻ വെച്ചിട്ട് ഓർഡർ ചെയ്യുന്ന രീതി. നമുക്ക് ഏകദേശം ഒരു 2 ബർഗറും 2 പെപ്സിയും പിന്നെ കൊച്ചിനൊരു കുഞ്ഞു ബർഗറും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ അവളുടെ ഒരു കിഡ്സിൻ്റെ ഒരു ബോക്സ് ഉണ്ടല്ലോ, അതിലൊരു ടോയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത്. അപ്പോൾ എല്ലാം കൂടെ നമുക്കൊരു 36 സ്വിസ് ഫ്രാങ്ക് ആയി. അപ്പോഴത്തേക്ക് ഇവാനിക്ക് ഭയങ്കര വയറുവേന എടുക്കുന്നതെന്ന് പറഞ്ഞ് കരച്ചിൽ തുടങ്ങി. പിന്നെ പെട്ടെന്ന് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. കാരണം എന്തെങ്കിലും വയറുവേന എല്ലാം കൂടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു രാജ്യമാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വേഗം തിരിച്ച് ബാനോഫിലോട്ട് തന്നെ പോയിട്ട് ജർമ്മനിയിലാണെങ്കിൽ 112 വിളിച്ചാൽ 1 മിനിറ്റിനുള്ള ആംബുലൻസ് എത്തി നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുപോലെ നമ്മുടെ ഇൻഷുറൻസ് ഇവിടെ വർക്ക് ചെയ്യുമെന്ന് നമുക്കറിയാം. വീട്ടിലെത്തിയപ്പോൾ വയറുവേനൊക്കെ അത്യാവശ്യം കുറഞ്ഞ ആൾ കുറച്ച് ഹാപ്പിയൊക്കെ ആയി.